ദ പോർട്ട് ഓഫ് ട്രിവാൻഡ്രം അറ്റ് വിഴിഞ്ഞം, അതിന് തൊട്ടടുത്ത് പൂവാറ് കപ്പൽ നിർമ്മാണശാല. ഇത് വരണം എന്നുള്ളത് ഏത് മലയാളിയുടെയും ആഗ്രഹമാണ്. അപ്പോൾ കേന്ദ്ര മാരിടൈം വിഷൻ 2020 പ്രകാരം ഞങ്ങൾ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞതാണ്, ആവർത്തിക്കുകയല്ല, എന്നാലും ഒരു സൂചകമായിട്ട് പറയുകയാണ്. കടൽ തീരമുള്ള 4 സംസ്ഥാനങ്ങളിൽ അടുത്ത 10 വർഷം കൊണ്ട് അല്ലെങ്കിൽ ഇത്ര വർഷം കൊണ്ട് ഒരു വലിയ മാരിടൈം പവറായിട്ട്, ഒരു ബ്ലൂ എക്കണോമിക് സൂപ്പർ പവറായിട്ട് ഇന്ത്യയെ മാറ്റാനുള്ള നരേന്ദ്രമോദി സർക്കാരിൻ്റെ വിഷനാണ് മാരിടൈം 2020 എന്ന് പറയുന്നത്. അതുപ്രകാരം കടൽ തീരമുള്ള ആന്ധ്ര, ഒഡീഷ, കേരളം, തമിഴ്നാട് ഈ 3-4 സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കപ്പൽ നിർമ്മാണശാലകൾ ഉൾപ്പെടെയുള്ള പ്രോജക്റ്റ് ഈ മാരിടൈം മിഷനിൽ പറയുന്നുണ്ട്. അതുപ്രകാരം 2023 ഡിസംബറിൽ കേന്ദ്ര ഷിപ്പിംഗ് ഗതാഗത മന്ത്രാലയം സെക്രട്ടറി TK രാമചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ടീം കൊറിയയിൽ, തെക്കൻ കൊറിയയിൽ, ദക്ഷിണ കൊറിയയിൽ പോയതും അവിടുത്തെ കപ്പൽ നിർമ്മാണശാലകൾ നടത്തുന്നവരുമായിട്ടുള്ള ഹുണ്ടായി ഉൾപ്പെടെ കാർ നിർമ്മാതാക്കളായ ഹുണ്ടായിക്കാണ് അവിടെ ഏറ്റവും വലിയ കപ്പൽ നിർമ്മാണശാല സൗത്ത് കൊറിയയിലുള്ളത്, തെക്കൻ കൊറിയയിൽ. അവിടെ പോയി ചർച്ച നടത്തി. ഈ കപ്പൽ നിർമ്മാണശാലകളൊക്കെ അവർ സന്ദർശിച്ചു. TK രാമേന്ദ്രൻ നേതൃത്വത്തിലുള്ള സംഘം ഉദ്യോഗസ്ഥർ പോയി സന്ദർശിച്ചിട്ട് വന്നു. അവരെ ഇങ്ങോട്ട് ക്ഷണിച്ചു. അങ്ങനെ അവരിങ്ങോട്ട് വന്നിപ്പോൾ ഈ കഴിഞ്ഞ മാസം, ഇന്ന് മാർച്ചാണ്, ഫെബ്രുവരിയിൽ ഹുണ്ടായി ടീം ഇവിടെ വന്ന് 3-4 സംസ്ഥാനങ്ങളിൽ പോയിട്ട് കാര്യങ്ങളെല്ലാം വിലയിരുത്തിയിട്ട് അവർ തിരിച്ചിപ്പോൾ പോയിരിക്കുന്നു. അപ്പം അതിനൊരു ഫോളോ അപ്പ് ആയിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വെറുതെ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം മാരിടൈം വിഷൻ പോളിസി പ്രകാരം ഞങ്ങൾ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞാണ് 3000 ഏക്കർ ഭൂമി വേണം കപ്പൽശാല നിർമ്മിക്കാൻ. ഓഫ് ഷോർ ആണെങ്കിൽ പോലും 3000 ഏക്കറുള്ള ഭൂമി വേണമെന്നാണ് നിബന്ധന. അത് പൂവാറിൽ, വിഴിഞ്ഞത്തോട് ചേർന്ന് പൂവാറിൽ അത്രയും ഭൂമി ഏറ്റെടുത്ത് കൊടുക്കാൻ കേരളത്തിന് കഴിയത്തില്ല. കേരളത്തിലെ വികസനം ഭരണം എന്ന് പറയുമ്പോഴും ഞങ്ങൾ അന്ന് പറഞ്ഞ അതേ കാര്യം, ജനസാന്ദ്രത കൂടിയ ഒരു സ്ഥലത്ത്, ഇപ്പം വിഴിഞ്ഞത്ത് നടന്ന സമരങ്ങൾ ഒക്കെ നമുക്കറിയാം. ജനസാന്ദ്രത കൂടിയ ഒരു സംസ്ഥാനത്ത് ഭൂമി ഏറ്റെടുക്കൽ വലിയ ജോലിയാണ്. ഇപ്പം ദേശീയപാതയുടെ കാര്യം നമുക്കറിയാം എങ്ങനെയാണ് ഇപ്പം അത് യാഥാർത്ഥ്യമായെന്ന്. അപ്പോൾ ഗുജറാത്തിലോ മഹാരാഷ്ട്രയിലോ അല്ലെങ്കിൽ ആന്ധ്രയിലോ ഒക്കെ പോയിട്ട് ഈ വരണ്ട് കിടക്കുന്ന ഭൂമികൾ അല്ലെങ്കിൽ കടൽ തീരത്തോട് ചേർന്ന ഭൂമികൾ ഇഷ്ടം പോലെ ഏറ്റെടുക്കാനുണ്ടാവും. ഭൂവിസ്തൃതി അത്രയും ആ സംസ്ഥാനത്തിന് കൂടുതലുണ്ട്. അപ്പോൾ ഭൂമി ഏറ്റെടുക്കാൻ അവിടെ വളരെ എളുപ്പമാണ്. പക്ഷെ കേരളം പോലൊരു സംസ്ഥാനത്ത് അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് ഈ വികസനവാദികൾ, അത് വെറും വാദികളാണ്, അവർക്ക് നാട് നന്നാവണമെന്നില്ല, രാഷ്ട്രീയം കളിക്കുന്നവരാണ് ചില യൂട്യൂബർമാർ. അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും പറയുന്നത്, ഇത് ഭൂമി ഏറ്റെടുക്കൽ വലിയ വെല്ലുവിളിയാണ്. എന്നിട്ട് സർക്കാരിനെ കുറ്റം പറഞ്ഞാൽ മതിയോ? അപ്പൊ എന്താണ് പ്രധാന തടസ്സങ്ങൾ? ഈ 3000 ഏക്കർ എന്നുള്ളതിൽ കേരളത്തിന് ഇളവ് കേന്ദ്രം നൽകിയെങ്കിൽ മാത്രമേ പൂവാറിൽ കപ്പൽ നിർമ്മാണശാല യാഥാർത്ഥ്യമാക്കാൻ പറ്റുള്ളൂ. സൗത്ത് കൊറിയ കേരളത്തിന്റെ അത്രയും ഏകദേശം ഭൂവിസ്തൃതിയുള്ള ഒരു ചെറിയ രാജ്യമാണ്. ഭൂവിസ്തൃതിയില് കേരളത്തെക്കാൾ ഒരു ഇത്തിരി കൂടെ വലിപ്പം കാണും. ജനസംഖ്യയും ഇത്രയൊക്കെ ഉള്ളൂ, ഒരു 4-5 കോടി ജനങ്ങളാണ് സൗത്ത് കൊറിയയിൽ, ദക്ഷിണ കൊറിയയിലുള്ളത്. കേരളത്തിലെ 3-4 കോടി ജനസംഖ്യ. അപ്പൊ കേരളമായിട്ട് ഭൂപ്രകൃതിയിലും ഭൂവിസ്തൃതിയിലും ജനസംഖ്യയിലും ഒക്കെ സമാന സ്വഭാവമുള്ള സൗത്ത് കൊറിയയില് അവര് ലോകത്തെ 2ാമത്തെ കപ്പൽ നിർമ്മാണ രാജ്യമായിട്ട് മാറിയത് എങ്ങനെയാണ്? ഒന്ന് ചൈനയാണ്, നമുക്കറിയാം. ലോകത്തെ കപ്പൽ നിർമ്മാണ ഫാക്ടറി ഇതിന്റെ ഏതാണ്ട് ഒരു 65% നിയന്ത്രിക്കുന്നത് ചൈനയാണ്. ഏറ്റവും കൂടുതൽ കപ്പലുകൾ നിർമ്മിക്കുന്നത് ചൈനയിലാണ്. 2ാമത് കൊറിയ, 3ാമത് ജപ്പാൻ, 4ാമത് ഗ്രീസ്. അതുകൊണ്ടാണ് ചൈനയെ അവഗണിച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇപ്പോഴേ മഹാരാജ്യമായി ഇന്ത്യക്ക് ഇപ്പോഴും ലോക കപ്പൽ നിർമ്മാണ വ്യവസായത്തിലെ ഷെയർ വെറും 1% താഴെ മാത്രമാണ്. അതുകൊണ്ടാണ് മോദി സർക്കാർ വിഷൻ 2020 കൊണ്ടുവന്നിട്ട് അടുത്ത 2030 ലോകത്തെ കപ്പൽ നിർമ്മാണ രാജ്യങ്ങളിലെ ആദ്യ 10ൽ വരിക. ഇപ്പം 1% പോലും നമുക്കില്ല. ഇത്രയും വലിയൊരു രാജ്യത്തെ പറ്റി പറയും. അപ്പൊ പൂവാറിലെ കപ്പൽ നിർമ്മാണശാല വരണം. നല്ല സ്ഥലമാണ്. കടലിൽ നിന്നും 25-26 കിലോമീറ്റർ മീറ്റർ വരെ ആഴമുണ്ട്. പക്ഷേ
കേന്ദ്രാനുമതി വേണ്ടേ? കേരളം ഒരു രാജ്യമല്ല. നമ്മൾ ആദ്യം ഈ വികസനവാദികൾ, ഈ തിരുവനന്തപുരം വികസനവാദികളുണ്ടല്ലോ, അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, കേരളം ഒരു രാജ്യമല്ല, ഒരു സംസ്ഥാനം മാത്രമാണ്. ഒരു പ്രോജക്റ്റിന് കേന്ദ്ര അനുമതി വേണം. അത് ആര് കേന്ദ്രം ഭരിച്ചാലും, ഇപ്പൊ മോദി സർക്കാർ അല്ലെ കോൺഗ്രസ് ഭരിച്ചാലും, ആര് ഭരിച്ചാലും, അല്ല വേറൊരു രാഷ്ട്രീയ സഖ്യം ഭരിച്ചാലും, കേന്ദ്രാനുമതി ഇല്ലാതൊരു സംസ്ഥാനത്തിന് ഇത്രയും വലിയൊരു പ്രോജക്റ്റ് ഏറ്റെടുത്ത് നടത്താൻ പറ്റില്ല. ഇപ്പൊ എന്താ വിഴിഞ്ഞത്ത് അദാനിക്ക് 2, 3, 4 ഘട്ടം പണി നടത്താനുള്ള കേന്ദ്രാനുമതി ഇപ്പോഴും കിട്ടിയിട്ടില്ല. എന്തേ ഈ വന്നിരുന്ന് തള്ളുന്ന യൂട്യൂബർമാരും മറ്റേ മാപ്രകൾക്കും അത് ചർച്ച ചെയ്യാതെ എന്തുകൊണ്ടാ? ഇതാരും മിണ്ടത്തില്ല. യാഥാർത്ഥ്യങ്ങളെ മറന്നിട്ട് രാഷ്ട്രീയം കളിക്കരുത് വികസനത്തിൽ. അതാണ് തരൂര് പറയുന്നത്. തരൂരും കോൺഗ്രസ് ആയിട്ടുള്ള പ്രശ്നം ഇതൊക്കെ തന്നെയാണ്. വികസനത്തിൽ രാഷ്ട്രീയം പാടില്ല എന്നുള്ള തരൂരിന്റെ വാചകം നമ്മൾ എപ്പോഴും ഓർക്കണം. ഞങ്ങളുടെ നിലപാടും അത് തന്നെയാണ്. ലെഫ്റ്റ് റൈറ്റ് വോയിസ്. വികസനത്തിൽ രാഷ്ട്രീയം പാടില്ല. വന്നിരുന്ന് രാഷ്ട്രീയം കളിച്ച് വികസനത്തിന്റെ പേരും പറഞ്ഞ് സംസാരിക്കുന്നവരെ അതേ നാണയത്തിൽ ഞങ്ങൾ തിരിച്ചു കൊടുക്കും. അവർക്ക് അതേ നാണയത്തിൽ മറുപടി കൊടുക്കും. എന്താ പൂവാറിൽ അങ്ങ് കപ്പൽ നിർമ്മാണശാല അങ്ങ് സംസ്ഥാനം അങ്ങ് തുടങ്ങിക്കൂടെ എന്ന് ചോദിക്കുന്നത് വിവരക്കേട് വെച്ച് ചോദിക്കുന്നതല്ല. വിവരമുണ്ട്, പക്ഷെ വിവരക്കേട് എന്നിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. എന്നിട്ട് വന്നിരുന്ന് തള്ളുന്നതിനൊരു കുറവുമില്ല. എല്ലാം പിണറായി സർക്കാരിന്റെ തലയെ കെട്ടിവെക്കുക. ഇത് മാധ്യമ പ്രവർത്തനമല്ല, ഇത് വേറെ ആ ചൊറിച്ചിലാണ്, ഇത് വേറെ ആ ജോലി വേറെയാണ്, ഇത് ചൊറിച്ചിലാണ്. ആ ചൊറിച്ചിലിന് അതേ നാണയത്തിൽ തിരിച്ച് ഞങ്ങൾ മറുപടി തരുമെന്നാണ് ഞങ്ങൾ എപ്പോഴും പറയുന്നത്. ചൊറിയാതിരിക്കുക, വികസനത്തിന് വേണ്ടി വാദിക്കുക, ഞങ്ങളൊപ്പം ഉണ്ട്. അപ്പോൾ ഒരു ചെറിയ രാജ്യം സൗത്ത് കൊറിയ, അവിടെ ഹുണ്ടായി എങ്ങനെ വന്നു? ഈ ഹുണ്ടായി നമ്മൾ ഈ പുവാർ എന്ന് പറയുമ്പോൾ ആലോചിക്കണം. ഈ ഹുണ്ടായി തുടങ്ങിയത് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷത്തിൽ തുടങ്ങിയ കമ്പനിയാണ് ഹുണ്ടായി. അവര് കപ്പൽ നിർമ്മാണം, ആദ്യ കാർ നിർമ്മാണം, മോട്ടോർ വാഹനങ്ങൾ. അതിനുശേഷം അവര് കപ്പൽ നിർമ്മാണത്തിലേക്ക് വരുന്നത് 72-ലാണ്. അതായത് 1947 തുടങ്ങിയ ഹുണ്ടായി കമ്പനി, HD ഹുണ്ടായി, 1972-ലാണ് കപ്പൽ നിർമ്മാണശാല തുടങ്ങുന്നത് കൊറിയയില്. തുടങ്ങിയത് എവിടെയാണ്? കൊറിയയിലെ ഉൽസാൻ എന്ന് പറയുന്ന പ്രദേശത്ത് മിപ്പോ എന്ന് പറയുന്ന ഒരു കടലിടുക്കുണ്ട്. ഇപ്പൊ ഈ വിഴിഞ്ഞം പൂവാറ് പോലെ. ഇതൊക്കെ അതുകൊണ്ടാണ് നമ്മളിപ്പോ ഇത് സംസാരിക്കുന്നത്, എങ്ങനെ അവരിത് സാധിച്ചു എന്നുള്ളത്. അപ്പൊ ഉൽസാൻ എന്ന് പറയുന്ന പ്രവിശ്യയില് മിപ്പോ എന്ന സ്ഥലത്ത് ഒരു കടലിടുക്കുണ്ട്. 4 കിലോമീറ്റർ വിസ്തൃതിയുള്ള, ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു കടലിടുക്ക്. ഈ നമ്മൾ പറയുന്ന കോവളമോ വിഴിഞ്ഞമോ പൂവാറോ പോലെ. അവിടെയാണ് അവര് കപ്പൽ നിർമ്മാണശാല ഹുണ്ടായി സ്ഥാപിച്ചത്. അത് 1972 ഇതിനകം കഴിഞ്ഞ വർഷത്തെ വരെ കണക്കെടുത്താൽ അവര് 2300-ലധികം കപ്പലുകൾ അവിടെ നിർമ്മിച്ചു. ചരക്ക് കപ്പലുകൾ, കണ്ടെയ്നർ ഷിപ്പുകൾ, ക്രൂയിസ് ഉൾപ്പെടെ, യുദ്ധ കപ്പലുകൾ ഉൾപ്പെടെ ഇത്രയും കാലം കൊണ്ട് അവര് 2300-ലധികം കപ്പലുകൾ അവിടെ നിർമ്മിച്ചു. 51 രാജ്യങ്ങളിൽ നിന്ന് 335 ക്ലയൻസ്, അതായത് കസ്റ്റമേഴ്സ്, കമ്പനികൾ. അതിൽ നിന്ന് കൊറിയ നേടിയ വരുമാനം, ഹുണ്ടായി നേടിയ വരുമാനം, അതിൻ്റെ സാമ്പത്തികമായ അതിൻ്റെ വിജയം എത്രമാത്രമാണെന്ന് ആലോചിക്കണം. അങ്ങനെയുള്ള ഹുണ്ടായിയാണ് ഇപ്പൊ ഇവിടേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ വന്നിട്ട് പൂവാറിൽ ഇത് തുടങ്ങണമെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഇളവുകൾ ഇല്ലാതെ ഭൂമി ഏറ്റെടുക്കലൊന്നും നടക്കില്ല. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയാൻ നമ്മൾ ആദ്യം പഠിക്കുക. അപ്പോ നമ്മുടെ മാരിടൈം വിഷൻ, ബ്ലൂ എക്കണോമി വിഷൻ എന്താണ്? അടുത്ത 10 വർഷം കൊണ്ട് 1000 കപ്പലുകൾ ഇവിടെ നിർമ്മിക്കുക ഇന്ത്യയിൽ. ഇന്ത്യക്ക് അതിനുള്ള ശേഷിയുണ്ട്, കടൽ തീരമുണ്ട്, ഡ്രൈ ഡോക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം ഈ പറയുന്ന ഇവരുടെ ഹുണ്ടായിയുടെ അവിടുത്തെ കപ്പൽ നിർമ്മാണശാലയില് 10 വൻകിട ഡ്രൈ ഡോക്കും 9 ഗോലിയാത്ത് ക്രെയിനുകളും ഉണ്ട് അവിടെ. അത്രയും സംവിധാനത്തിലാണ് അവർ കപ്പലുകൾ അവിടെ നിർമ്മിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് പൂവാറിൽ കൊണ്ടുവരാതെ പറ്റത്തില്ല, അല്ലെ ഇതിന് സമാനമായ സംവിധാനങ്ങൾ. അപ്പൊ കേന്ദ്ര സർക്കാരിന്റെ വിഷൻ എന്താണ്? മാരിടൈം വിഷൻ. അടുത്ത 10 കൊല്ലം കൊണ്ട് 1000 കപ്പലുകൾ നിർമ്മിക്കുക. നല്ല കാര്യം, നടന്നാൽ കൊള്ളാം. അങ്ങനെ 2030-നകം ലോകത്തെ 10 ബ്ലൂ എക്കോണമി രാജ്യങ്ങളിലെ മാരിടൈം പവറിൽ ഒന്നായിട്ട് മാറുക. അടുത്ത 2047-ഓടുകൂടി ഫസ്റ്റ് 5-ൽ വരിക, 1 in 5. ഇപ്പൊ ആദ്യം 1 in 10, അടുത്ത ടാർഗറ്റ് 1 in 5. നല്ല ലക്ഷ്യം, പക്ഷെ അതിന് പൂവാറും വേണം. അപ്പൊ ആര് വിചാരിക്കണം? കേരള സർക്കാർ മാത്രം വിചാരിച്ചാൽ നടക്കുമോ? കേന്ദ്രം വിചാരിക്കണം.
വികസനത്തിന് ഒരുമിച്ച് നിൽക്കുക, രാഷ്ട്രീയം മറന്നിട്ട്. തരൂര് പറഞ്ഞത് വീണ്ടും പറയുകയാണ്, വികസനത്തിൽ രാഷ്ട്രീയം വേണ്ട. അതാണ് വികസന രാഷ്ട്രീയം എന്ന് പറയുന്നത്. പക്ഷെ ചിലർക്കൊന്നും അത് അങ്ങോട്ട് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇതാണ് വിഷയം.